Welcome to Milma Present Onnonnu Ruchi, co-powered by Sundips, 916 Cocoa Brand Coconut Oil and Crompton. Our special partners Amian and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, തിരുവോണമാണ്. മലയാളികളെല്ലാം ഹൃദയം കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം. ഇന്നത്തെ ഈ തിരുവോണ ദിവസം ഒന്നൊന്ന് രുചിയിൽ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ വളരെ വളരെ സ്പെഷ്യൽ. മലയാളികളുടെ പ്രിയങ്കരനായ യുവതാരമായ അർജുൻ അശോകാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അർജുൻ ബ്രോ, നമസ്കാരം. കുറേ നാളായിട്ട് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടാണ് കാണാൻ പറ്റിയത്. വളരെ സന്തോഷം. അപ്പം ആദ്യം തന്നെ ഹാപ്പി ഓണം. ഒരുപാട് ഈ ഒരു വർഷം, കഴിഞ്ഞ ഒരു തുടർച്ചയായ വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓണമാണ്. നിങ്ങളുടെ സിനിമകളൊക്കെ പിള്ളേരും എല്ലാ ഏജ് ഗ്രൂപ്പും ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു സമയം. രോമാഞ്ചം മുതലിങ്ങനെ വരികയാണ്. ഇനിയിപ്പോൾ പുതിയ ചാവേർ ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് ബാക്കി പറയാം. നമ്മുടെ ഒന്നൊന്നര രുചിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യണം. എന്താണ്? പായസം. തിരുവോണമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇന്ന് തിരുവോണമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു പായസമായിരിക്കും. മധുരം കൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്ത് പായസമാണ്? പാലട പായസം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പാലട പായസത്തെക്കുറിച്ച് മലയാളികളുടെ അടുത്ത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അർജുൻ ഭായ്, ഇതേ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തി. പശുവിൻ പാല്, അട, പഞ്ചസാര, ഏലക്കാപ്പൊടി, കശുവണ്ടി, കണ്ടൻസ് മിൽക്ക്, ഉണക്കമുന്തിരി, നെയ്യ്, ഉരുളി, ചെമ്പുരുളി നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നേരെ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം എന്താണ്? പാലങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് കുറുക്കുക, അല്ലേ? ഓണമായിട്ട് ഐശ്വര്യമായിട്ട് പാല് കാച്ചി അങ്ങ് തുടങ്ങാം. ഇതങ്ങോട്ട് പിടിക്കുക, ഇളക്കാൻ. ഇടയ്ക്ക് നല്ല ബൈസപ്സ് ഒക്കെ വരും ഇത്. കാരണം ഈ പാലട പായസത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പാലിനകത്ത് പാട വരാൻ പാടില്ല. പാട വരുന്ന സമയം അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. ഇളക്കി അല്ലെങ്കിൽ ആ മലായി വന്നു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പാട വരാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരുന്നാലാണ് പാലട നന്നാവുക എന്നാണ് പറയാം. ഇപ്പൊ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ നല്ല തകർത്തു ഭയങ്കരമായിട്ടൊരു പെട്ടെന്നൊരു പുതിയൊരു മൂഡിലേക്ക് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നൊരു സിനിമയാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ വരാൻ പോകുന്ന ചാവേർ. അതിന്റെ എന്തൊക്കെയാണ് വിശേഷം? ചാവേർ വിശേഷം എന്ന് പറഞ്ഞാൽ ടിനു പാപ്പച്ചന്റെ മൂന്നാമത്തെ പടമാണ്. മേജർലി അതായിരുന്നു അട്രാക്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി. ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്തൊരു പടം. ഒരു 4-5 മാസം നല്ല പണിയെടുത്ത്. അതെ, ഞാൻ രോമാഞ്ചം കഴിഞ്ഞ ഉടനെ ഷൂട്ട് ചെയ്ത പടമാണ്. അപ്പൊ അതിനുവേണ്ടി ഡയറക്ട്ലി ഒരു 15 കിലോളം കുറച്ച്. അപ്പൊ ഫുൾ ഫുഡ് എല്ലാം കട്ട് ചെയ്തിട്ട് നേരെ ചെല്ലണത് ചാക്കോച്ചന്റെ അടുത്ത്. ചാക്കോച്ചനാണെങ്കിൽ ഫുഡ് പ്രേമി. അയ്യോ, ഇതുപോലൊരു ഫുഡ് കൂടെ അഭിലാഷേട്ടനും ഉണ്ട്. ചാക്കോച്ചന്റെ ഓരോ സ്ഥലത്ത് പോയി നല്ല നല്ല ഭക്ഷണം അടിപൊളിയായിരുന്നു. കൂടെ ചാക്കോച്ചന്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചത് ചാവര ഷൂട്ടിന് നടക്കാം. അപ്പൊ അവര് കൊച്ചിന്ന് നമ്മുടെ തലശ്ശേരി വരെയും കുറെ ബേർണറും കുറെ ഓവനൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ ഐറ്റം ഉണ്ടാക്കി അഭിലാഷേട്ടൻ. നിങ്ങൾക്ക് കുക്കിങ്ങിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? കുക്കിംഗ് താല്പര്യം തന്നെ. എല്ലാ കസിൻസ് എല്ലാരും കൂടി നമ്മൾ ബാർബിക്യൂ പരിപാടി എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആയി മാറാറുണ്ട്. എന്തായാലും ഇത്രയും എവിടെ പോയാലും നിങ്ങൾ കാണിച്ചതും അത് ഇനി കാണിക്കാനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇനി ഞാൻ നമ്മുടെ എത്രയോ റീൽസിൽ പലയിടത്തുനിന്നും പല കോളേജിലും പിള്ളേരും IPL-ലും എല്ലായിടത്തും വിക്രം സാർ വരും ചെയ്ത നമ്മുടെ പ്രഷർ കൊണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പാല് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അട ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അട ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ടാണ് നമ്മൾ ഇടുക. അപ്പോൾ അത് നേരെ ചൂടുവെള്ളത്തിലേക്ക് ഇടാനായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ചാക്കോച്ചനൊക്കെ ആയിട്ട് ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളുമായിട്ട് കോഴിക്കോട് മുതൽ വടകരയൊക്കെ. ചാക്കോച്ചൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചേക്കുന്നത്. ഒന്നാമത് പ്രണയവിലാസത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ച മനോജ് ചേട്ടനുണ്ട്. രോമാഞ്ചത്തിൽ അഭിനയിച്ച നിരൂപേട്ടൻ എന്ന് പേര് പടത്തിലുള്ള സജിൻ ഗോപുണ്ട്. പിന്നെ അനുരൂപേട്ടനുണ്ട്. പുള്ളി കുറേ പടത്തിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 5 പേരാണ് കൂടുതലും വണ്ടിയിലുണ്ടാവുക. ഒരു യാത്രയാണ് പരിപാടി. മൊത്തത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞ കഥ പുറത്ത് പറയേണ്ടി വരും. അപ്പോൾ ഈ 5 പേര് 5 തരത്തിൽ ഫുഡ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തളിപ്പറമ്പ് ഉണ്ടായിരുന്നു, പയ്യന്നൂർ ഉണ്ടായിരുന്നു, തലശ്ശേരി ഉണ്ടായിരുന്നു ഷൂട്ട്, പിന്നെ ഗൂഡല്ലൂർ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ആ സ്ഥലത്തെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്ന് ഓൾറെഡി ചാക്കോച്ചന് അറിയാം. പിന്നെ പറയും ഇത് ഇവിടെ നിന്ന് കഴിക്കും. നീ ഗൂഡല്ലൂർ ഒരു ഷോപ്പിൽ പൊമഗ്രാനൈറ്റിന്റെ മിൽക്ക് ചേർത്ത ഒരു ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു.
ഞാൻ വൺ ടേസ്റ്റ്. പിന്നെ ഞാനും മനോജേട്ടൻ അവിടെ നിന്ന് അടിച്ചിട്ട് ഡെയിലി പോവാ. അപ്പൊ ചാവേർ ഒരു മൾട്ടി സ്റ്റാർ പടമാണ്. അപ്പൊ അതിന്റെ അണിയറ വിശേഷങ്ങൾ, അതിനകത്ത് പ്രവർത്തിച്ച കുറെ ആൾക്കാർ, ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പം എല്ലാം ആ ഒരു പണ്ടത്തെ സിനിമയൊക്കെ മാറുമ്പം ഇതെല്ലാം ക്യാമറ, അത് എഴുതിയത് ആര്, ഏത് പ്രൊഡക്ഷൻ, ഇതൊക്കെ നിങ്ങൾ ഇൻ ഡീറ്റെയിൽ. പണ്ടൊരു പ്രൊജക്ട് വരുന്നു, ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു, പിന്നീടാണ് അതൊക്കെ നോക്കുക ബാക്കി എന്തൊക്കെയാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവരുടെയും ഐ ഇൻ ഡീറ്റെയിൽ ആണ്. അപ്പൊ ഈ സിനിമയുടെ എങ്ങനെയാണ്? ഈ സിനിമയിൽ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജോയ് മാത്യു സാറാണ്. ഓക്കെ. ജോയ് ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ ചെയ്തത് അജഗജാന്തരത്തിന്റെ ക്യാമറമാൻ ജിൻഡോ ചേട്ടനാണ്. ഗംഭീര വർക്കാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടൈം എടുത്ത് ഓരോ ഷോട്ട് എടുത്ത് നല്ല വൃത്തിക്ക് എടുക്കുന്ന ഒരു ക്യാമറമാനാണ്. പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ആകണം, ഒരു വിട്ടുവീഴ്ചയില്ല. ആക്ടേഴ്സിന്റെ അടുത്തായാലും ആരെടുത്തായാലും പുള്ളിക്ക് അത് കിട്ടണം. ടിനിച്ചേട്ടനെ പോലെ തന്നെയാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ, പക്ഷെ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം ജസ്റ്റിൻ വർഗീസ്. സൂപ്പർ ശരണ്യ, ജയചാന്ദ്രം, അങ്ങനെ കലക്കൻ ആണ്, അത് അടിപൊളിയാണ്. അപ്പൊ ഇവരൊക്കെയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അരുൺ ചേട്ടനാണ്, അരുൺ നാരായണൻ പ്രൊഡക്ഷൻസ്. ഇവരൊക്കെ ഒന്നാമത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ട്, ഭയങ്കര ഫ്രീ ആയിരുന്നു. ആദ്യമേ ഇൻട്രൊഡക്ഷൻ ആ പരിപാടിയൊന്നുമില്ല, നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമായിട്ട്. ആകെ എനിക്ക് അറിയാതിരുന്നത് ജോയ് മാത്യൂസ് സാറിനെ മാത്രമാണ്. പിന്നെ മനോജ് ചേട്ടൻ ആ സമയത്ത് പരിചയം ഉണ്ടായില്ല, പിന്നീടാണ് പ്രണയവിലാസൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ. പക്ഷെ നമ്മൾ ഈ ഒരു 4 മാസമൊക്കെ ഒരുമിച്ച് ഒരു പടത്തിനൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും അടിപൊളിയാണ്. 2 പോലും വേണ്ടിയില്ല. പിന്നെ ടിനിച്ചേട്ടന്റെ സെറ്റ് എന്ന് പറയുമ്പോ അടിപൊളിയാണ്. പുള്ളി ഭയങ്കര രസമാണ്. ഫുൾ എനർജിയിലാണ്. ഷോട്ട് തീർന്ന് പാക്കപ്പ് പോയി വരണേ പുള്ളി ഒറ്റ എനർജിയിലായിരിക്കും മൊത്തം. അപ്പം അർജുൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പഴയകാലം, ഇപ്പോൾ ഒരു നടനെന്ന നിലയിലോട്ട് മാറുന്നു, നല്ല സിനിമകളൊക്കെ വരുന്നു, ഒരു ഇൻസ്പയറിങ് ക്യാരക്ടറായിട്ട് നമ്മൾ ഒരു പഴയ തലമുറയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 years ബാക്ക് ഉള്ള ഒരു ആക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ അങ്ങനെ 20 years എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ളതോ എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻസ്പയർ ചെയ്ത മലയാളത്തിലെ ഒരു ആക്ടർ? ഓഫ് കോഴ്സ് മമ്മൂക്ക ലാലേട്ടൻ. മമ്മൂക്ക എനിക്ക് ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ. അപ്പൊ അത് ഇപ്പൊ ഒരു പടം മമ്മൂക്കനോട് ചെയ്തോണ്ടിരിക്കും, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞു. ഇല്ല, 2ാമത്തെ പടം ഉണ്ടക്ക് ശേഷം. ഇത് കുറച്ചും കൂടി ആഗ്രഹമുള്ളത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനാണ്. അതും വളരെ വേഗത്തിൽ തന്നെ. അതെ, തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം. പാല് നമ്മുടെ ഏകദേശം നന്നായിട്ട് ചൂടായി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ അട ചേർത്ത് കൊടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പായസം എന്തൊക്കെയാണ്? പാലട. അടപ്രഥമൻ എനിക്ക് അത്ര വർക്കല്ല, പക്ഷെ പാലടയും. പിന്നെ എന്റെ വൈഫ് തമിഴ് ടച്ചുള്ള ഫാമിലിയാണ് അവർ. അപ്പൊ അവര് ബോളി ചേർത്താണ് അർജുൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ ഈ തേങ്ങാ പാല് ചേർത്ത പായസം ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സാധനമുണ്ട്. ഇത് ക്രോംപ്ടന്റെ ഡ്യൂറോ എലൈറ്റ് പ്ലസ് മിക്സിയാണ്. ഇതിന്റെ മോട്ടറിന്റെ പവർ കാരണം ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് സാധനം അടിച്ചു വെക്കാം. പിന്നെ ഒരു പ്രത്യേകിച്ച് ഇത് ലീക്കേജ് ആവത്തില്ല, പിന്നെ ഈസി ടു യൂസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പായസം ഉണ്ടാക്കണേ ഇത് വെച്ച് ഉപയോഗിച്ചത്. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണം പഴയ കാലത്ത്? പണ്ടെന്ന് പറയുമ്പോ അച്ഛന്റെ അമ്മയുടെ പിറന്നാളാണ് ഓണത്തിന്. തിരുവോണവും. അപ്പൊ അച്ഛന് എന്ത് ഷൂട്ട് ഉണ്ടെങ്കിലും ആ ഒരു 2 ദിവസം ബ്രേക്ക് ചെയ്തിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് ഞങ്ങള് ഫുൾ ഫാമിലി ആയിട്ട് ഒരു ആഘോഷിച്ചിട്ടേ പോകുള്ളൂ. പിന്നീട് അമ്മൂമ്മ ഒക്കെ മരിച്ചതിന് ശേഷം അതൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷെ അവിട്ടം അച്ഛന്റെ പിറന്നാളാണ്. ഓണത്തിന് ഒരു 4-5 ദിവസം മുമ്പ് എന്റെ പിറന്നാളാണ്. ഓണം വീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിറന്നാൾ വീക്കാണ്. അപ്പൊ സദ്യ പൊതുവെ വീട്ടിൽ തന്നെ ഇരിക്കും, താഴ്ത്തിരുന്ന് തന്നെ കഴിക്കുക, എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുക. അതെ, അതെ. അച്ഛനും അമ്മയും ഒരു ഇലയിൽ ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുക. അവരങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്. നല്ല കാര്യം. നിങ്ങൾ അർജുന്റെ ഓർമ്മയുള്ളപ്പം ഏറ്റവും കൂടുതൽ അച്ഛന്റെ ഈ സിനിമ വിജയിച്ച അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഓർമ്മയാണ്? എനിക്ക് മീശമാധവൻ, CID മൂസ, മീശമാധവനാണ് എന്റെ ഓർമ്മയുണ്ടോ? ലൊക്കേഷനിൽ പോയത് ഓർമ്മയുണ്ട്, പക്ഷെ തിയേറ്റർ വിസിറ്റ് നമുക്ക് അങ്ങനെ ഓർമ്മയില്ല. ആ പടം വിജയിച്ചതോ? വിജയിച്ചൊക്കെ അറിയാം, തീർച്ചയായിട്ടും. പറക്കും തളിക വിജയിച്ചറിയാം, വല്ല വിജയം അറിയാം. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കവിതയില് ഭീഷമാധവൻ കാണാൻ പോയപ്പോഴേക്കും അച്ഛൻ ഇറങ്ങി വന്നപ്പോ ആൾക്കാർ തിങ്ങിക്കൂടി, നടക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെയോ സാൻഡ്രോ ആണെന്ന് കാറ്, ചെറിയ ഹുണ്ടയുടെ. അപ്പൊ അതിൽ കയറി ചാടി കയറി എങ്ങനെയോ ആൾക്കാർ മറ്റേ വണ്ടി കുലുക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് രോമാഞ്ചം സീനായിരുന്നു. അദ്ദേഹം തന്നെ ഏറ്റവും വലിയ അഡ്വൈസ് എന്താണ്? ആകെ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, രണ്ടല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതില് മേജർലി എനിക്ക് എടുക്കാൻ പറ്റിയ വെച്ചാല് നുണ പറയാണ്ടിരിക്കുക, മാക്സിമം സത്യസന്ധമായിട്ട് ജീവിക്കുക, ചെയ്യണ പ്രവൃത്തി സത്യസന്ധമായിട്ട് ചെയ്യുക. അപ്പൊ അതിനായിട്ടുള്ള റിസൾട്ട് ദൈവം തരണമെങ്കിൽ തരും. ഇതാണ് പ്രോപ്പറായിട്ട്. പിന്നെ കൃത്യനിഷ്ഠതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക.
കാരണം കമ്മിറ്റ്മെന്റ് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലാന്ന് പറയുമ്പോൾ അത്ര ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ അവരുടെ ടൈമും കൂടി നമ്മൾ കളയുന്നല്ലേ എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നേരത്തെ എത്തിയാലും കുഴപ്പമില്ല, വൈകാണ്ടിരിക്കുക. ഈ രണ്ട് കാര്യം. പിന്നെ സിനിമയാണ് പഞ്ചസാര ഇടാൻ ടൈമായി. മധുരം കറക്റ്റ് കൃത്യം ഞാൻ ഇടണ ഇതിന് നോക്കട്ടെ, ഒരു കണക്ക് നോക്കട്ടെ എത്ര മധുരമാണ്. അപ്പൊ നമുക്കിനി ഇതേ പായസം ഏകദേശം റെഡി ആവാറായി. കുറച്ച് നെയ്യിലേക്ക് ഒഴിക്കാം. അതെ, താളിക്കാനായിട്ട്. തീർച്ചയായിട്ടും 2 സ്പൂൺ നെയ്യ്. ഓക്കെ, അപ്പൊ അതേ നെയ്യ് ചൂടായി. കശുവണ്ടി ഇടാം. മൊത്തം ഇട്ടോ. യെസ്, പായസം അങ്ങനെ റെഡിയായി. ഇതിനകത്ത് താളിക്കുന്നതിന് മുമ്പ് ഒരല്പം ഏലക്കാപ്പൊടി അങ്ങനെ വാരി വിതറണം. മെല്ലെ ഇങ്ങനെ. യെസ്, ഒരു അത് തന്നെ. ഇനി മുന്തിരിങ്ങ ഇടാം. ഇത് അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഇതായി അവിടെ കേട്ടോ. മതി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ താളിപ്പ് റെഡിയാവുകയാണ്. നിങ്ങൾ ഇടണോ ഞാൻ ഇടണോ? ഇടുക. ഓ, നെയ്ക്കകത്ത് താളിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടു. പായസം ഓഫ് ചെയ്തോളൂ. ഈ പായസം തുടങ്ങിയ അന്നേരം മുതൽ ഇദ്ദേഹം ഇതിൻ്റെ ഇളക്ക് നിർത്തിയിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ 1-2 തവണ ഞാൻ ചോദിച്ചു ഇളക്കാട്ടൊന്നും ഇല്ല. അതേ എനിക്ക് ആ തവി ആ ഒരു സ്പാറ്റില തന്നിട്ടേ ഇല്ല. തുടങ്ങിയ അന്നേരം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം അതിനകത്ത് മലായി വന്നിട്ടില്ല. കറക്റ്റ് പാല് കൃത്യമായിട്ട് കുറുകി പായസമായിട്ട് നമ്മളിനി അത് കഴിക്കാൻ പോവാണ്. ഓക്കെ, അർജുൻ ബ്രോ, ഇത് രോമാഞ്ചം പായസമാണോ ചാവേർ പായസമാണോ? ഇത് ചാവേർ പ്രമാണിച്ച് ഞാൻ ഇവിടെ വന്നത് സ്ഥിതിക്കും ഓണത്തിന്റെ അപ്പുറം ചാവേർ ഇറങ്ങുന്ന സ്ഥിതിക്ക് ചാവേർ പായസം. ഓക്കെ, അങ്ങനെ ഇനിയൊന്നും പറയുന്നില്ല. നമ്മൾ കൂടുതൽ മധുരമുള്ള ചാവേർ. മധുരമുള്ള ഇത് നിങ്ങൾക്കാണ്. താങ്ക് യു. വെയിറ്റ് ചെയ്യും, ഞാനിവിടെ കുടിച്ചിട്ട് കഴിച്ചില്ലേ. ഇപ്പൊ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കുടിക്കാം. പാല് അതുപോലെ കുറുക്കി പെട്ടെന്ന്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പാലട പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പാല് വളരെ സ്ലോ ഫയറിൽ കുറുക്കി അതിൻ്റെ പകുതി ഈൽഡാക്കി ഒരു പിങ്ക് നിറത്തിലെത്തിച്ചിട്ടാണ് അതിൻ്റെ ട്രഡീഷണൽ വേലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഷോയിലോ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും എഫർട്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ അളവിലൊക്കെ ആകുമ്പോൾ ഒരു 1 മണിക്കൂർ കൊണ്ട് കുറുക്കി ഇളക്കി അതിൻ്റെ പാടയൊന്നും വരുത്താതെ അട കൃത്യമായിട്ട് വേവിച്ച് കൃത്യം അളവിൽ അതിൻ്റെ കറക്റ്റ് അനുപാതമായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഏലക്കപ്പൊടിയും പിന്നെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും കശുവണ്ടിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ചേർത്ത് ചൂടോടെ കുടിച്ചാൽ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗംഭീര അല്ല. അതൊക്കെ പറയുന്നതിന് മുമ്പ്, ഓണാശംസകൾ പറയുന്നതിന് മുമ്പ് വേറെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനുണ്ട്. ആദ്യം ഗിഫ്റ്റ് തരട്ടെ. ഇത് ആദ്യം തന്നെ അമിയോൻ്റെ ഒരു ഹാൻഡ് മിക്സറാണ്. കേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വല്ല ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ നല്ല കുരുന്നൊക്കെ പറഞ്ഞ സാധനം അതവിടെ വയ്ക്കുക. 916 കൊക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റ്. ഇത് മിൽമയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അടിപൊളി. കണ്ടല്ലോ ഇദ്ദേഹം എങ്ങനെയാണ് സിനിമയിലായാലും നേരിട്ട് ലൈഫിലായാലും എങ്ങനെയാണ് ഇദ്ദേഹം പെരുമാറുന്നതെന്നും അല്ല ഇദ്ദേഹത്തിന് എന്തൊക്കെ ഉപദേശം കിട്ടിയിട്ടാണ് ഇങ്ങനെ കായെന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരെ കണ്ടു. അപ്പോൾ അർജുൻ ബ്രോയ്ക്ക് ഇനി ഒത്തിരി ആഗ്രഹങ്ങളുള്ളൊരു മനുഷ്യനാണ്. സിനിമയിൽ ഒരുപാട് താല്പര്യവും പാഷനായിട്ട് കൊണ്ടു നടക്കുകയാണ്. വരുന്ന വർഷങ്ങളിലെല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലുള്ള വേഷങ്ങൾ കിട്ടി നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ബ്രോ, ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ടീം വർക്കായ ടിനു പാപ്പച്ചൻ്റെ പടവും ചാക്കോച്ചൻ നായകനായ പടവും വരാണ്. ചാവേർ എന്നാണ് പേര്. അപ്പോൾ ആരും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. ദയവായി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചാവേർ തന്നെ പടം നിങ്ങളാരും ഡിസപ്പോയിൻമെൻ്റ് ആക്കൂല. എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് പോകുള്ളൂ. അപ്പോൾ ജി കേരളത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും പിന്നെ ഷെഫ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. നമസ്കാരം. തിരുവോണമാണ്. തിരുവോണ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സ്പെഷ്യൽ വിഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ശ്രീലങ്കയിൽ നിന്ന് വന്ന റംബൂട്ടാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ വളരെ സുലഭമായിട്ട് ലഭിക്കുന്നു. അപ്പം റംബൂട്ടാനും വെണ്ടയ്ക്കയും വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. റംബൂട്ടാൻ ഇങ്ങനെ അതിൻ്റെ
സ്കിന്നൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെണ്ടയ്ക്ക വളരെ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കണം. അതിൻ്റെ പച്ചടിയുടെ അരപ്പിന് തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക് ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുക. കട്ട തൈര് വേണം. ആദ്യം തന്നെ വെണ്ടയ്ക്കയും റംബൂട്ടാനും ബട്ടറിലാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ അരപ്പും തൈരും ചേർത്തിട്ട് താളിച്ച് ഫിനിഷ് ചെയ്യാം. പാൻ ചൂടാവുന്നു. വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക ഒരു സൈഡിലേക്ക് മാറ്റി ലേശം ബട്ടറിൽ റംബൂട്ടാൻ, കുറച്ച് പച്ചമുളക് എരിവിന് ചേർക്കുകയാണ്. വെണ്ടയ്ക്കയും റംബൂട്ടാനും ബട്ടറിൽ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നു. അരപ്പ് റംബൂട്ടാനോട്ട് നന്നായിട്ട് യോജിച്ചു. ഇനി അതിലേക്ക് തൈര് ചേർക്കുകയാണ്. തീ കുറച്ചതിന് ശേഷം മെല്ലെ ഇത് യോജിപ്പിക്കുന്നു. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും വത്തൽമുളകും ചേർക്കണം. ഒരു പാൻ ചൂടാക്കി ലേശം വെളിച്ചെണ്ണ, എണ്ണ ചൂടാകുമ്പോൾ കടുക്, കുറച്ച് ചെറിയുള്ളി, വത്തൽമുളക്, കറിവേപ്പില, ഉള്ളി നന്നായിട്ട് വാടി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ആഡ് ചെയ്യാണ്. സാധാരണ ഇത് വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെള്ളരിക്ക അല്ലെങ്കിൽ എന്ത് തരം പച്ചക്കറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്രൂട്ട് വെച്ചിട്ട് മധുരത്തിലുള്ള കറിയായിട്ട് ഏത്തപ്പഴമോ അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ വെച്ച് ചെയ്യുന്ന അതേ റെസിപ്പിയിൽ റംബൂട്ടാനും വെണ്ടയ്ക്കയും കൂടെ ചേർത്ത പച്ചടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.